ഹായ് മക്കളെ, അനാലിറ്റിക്കൽ കെമിസ്ട്രിയിലെ തേർഡ് വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൾറെഡി ഇനോർഗാനിക് സോൾട്ട് അനാലിസിസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗാനിക് ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ അനാലിസിസ് ആണ്. സോ പ്രധാനമായും 5 ഓർഗാനിക് ഫങ്ഷണൽ ഗ്രൂപ്പുകളെ ഐഡന്റിഫൈ ചെയ്യാനും കൺഫേം ആക്കാനുള്ള ടെസ്റ്റുകളാണ് നമ്മുടെ സിലബസിലുള്ളത്. ആൽക്കഹോൾ, ഫീനോൾ, ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ്സ് ആൻഡ് അമീൻസ്. അതിൽ നമ്മൾ തുടങ്ങുന്നത് ആൽക്കഹോളിൽ നിന്നാണ്. ആൽക്കഹോൾ എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രസൻസ് തിരിച്ചറിയാൻ 6 ടെസ്റ്റുകളാണ് NCERT പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് സീരിക് അമോണിയം നൈട്രേറ്റ് ടെസ്റ്റ് ആണ്. സോ സീരിക് അമോണിയം നൈട്രേറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് റെഡ് കളേർഡ് പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ റെഡ് കോംപ്ലക്സ് ഫോം ചെയ്താൽ ആൽക്കഹോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. 2, ആൾറെഡി നമ്മൾ ആൽക്കഹോൾ, ഫിനോൾസ് ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ തിയറിയിൽ പഠിക്കുന്ന ലുക്കാസ് ടെസ്റ്റ് ആണ്. ലുക്കാസ് ടെസ്റ്റിന്റെ ഒബ്സർവേഷൻ ടർബിഡിറ്റി ഫോം ചെയ്യാൻ എടുക്കുന്ന സമയമാണെന്ന് നമുക്കറിയാം. ഇമ്മീഡിയറ്റ് ആയി ടർബിഡിറ്റി ഫോം ചെയ്താൽ അത് ടെർഷറി ആൽക്കഹോൾ ആണ്. 3 to 5 മിനിറ്റ്സിനുള്ളിലാണ് ടർബിഡിറ്റി ഫോം ചെയ്യുന്നതെങ്കിൽ അത് സെക്കൻഡറി ആൽക്കഹോൾ ആണ്. ഹീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ടർബിഡിറ്റി ഫോം ചെയ്യുന്നുള്ളൂ എങ്കിൽ അത് പ്രൈമറി ആൽക്കഹോൾ ആണ്. ഓക്കെ, മൂന്നാമത്തെ ടെസ്റ്റ് അതും പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളുകളെ തിരിച്ചറിയാൻ തന്നെ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് വിക്ടർ മേയർ ടെസ്റ്റ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. വിക്ടർ മേയർ ടെസ്റ്റിന്റെ റിസൾട്ട് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഓർക്കാൻ RBC എന്ന് ഓർത്താൽ മതി. R ഫോർ റെഡ്, B സ്റ്റാൻഡ് ഫോർ ബ്ലൂ, C സ്റ്റാൻഡ് ഫോർ കളർലെസ്. അപ്പൊ റെഡ് ആണ് നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് കിട്ടുന്നെങ്കിൽ അത് പ്രൈമറി ആൽക്കഹോൾ ആണ്, ബ്ലൂ ആണെങ്കിൽ സെക്കൻഡറി ആണ്, കളർലെസ് ആണെങ്കിൽ ടെർഷറി ആണ്. അപ്പൊ RBC എന്ന് ഓർത്താൽ വിക്ടർ മേയർ ടെസ്റ്റിന്റെ ഒബ്സർവേഷൻ നമുക്ക് ഓർക്കാൻ പറ്റും. 4 സോഡിയം മെറ്റൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ, ലിബറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആൽക്കഹോൾ ഇസ് പ്രസന്റ്. 5 എസ്റ്റർ ടെസ്റ്റ് ആണ്. ആൽക്കഹോളിലേക്ക് കാർബോക്സിലിക് ആസിഡ് ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രൂട്ടി സ്മെല്ല് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോം ചെയ്ത കോമ്പൗണ്ട് ഒരു എസ്റ്റർ ആണെന്നും ആ ടെസ്റ്റിന് നമ്മൾ എസ്റ്റർ ടെസ്റ്റ് എന്നാണ് വിളിക്കുക. 6 അയഡോഫോം ടെസ്റ്റ് ആണ്. പക്ഷെ നമുക്കറിയാം എല്ലാ ആൽക്കഹോളുകളും അയഡോഫോം ടെസ്റ്റ് തരണമെന്നില്ല അല്ലെ. പ്രൈമറി ആൽക്കഹോളുകളിൽ എത്തനോൾ മാത്രമേ അയഡോഫോം ടെസ്റ്റ് തരുള്ളൂ. സെക്കൻഡറിയിലും അതെ, എല്ലാ സെക്കൻഡറി ആൽക്കഹോളുകളും തരില്ലല്ലോ അല്ലെ. നോക്കൂ, ഈ CHOH CH3 എന്ന് പറയുന്ന എൻഡിങ് ഉള്ള സെക്കൻഡറി ആൽക്കഹോളുകൾ മാത്രമേ അയഡോഫോം ടെസ്റ്റ് തരുള്ളൂ. സോ അയഡോഫോമിന്റെ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആയിരിക്കും അവിടെ ഒബ്സർവേഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ആൽക്കഹോളിന്റെ 6 ടെസ്റ്റുകളും നമ്മൾ പഠിച്ചു അല്ലെ. അടുത്ത ഫീനോൾ ആണ്. ഫീനോൾ നമുക്ക് 3 ടെസ്റ്റുകളാണ് NCERT പറയുന്നത്. 1 ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ഉപയോഗിക്കുന്ന ടെസ്റ്റ്. അവിടെ ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ അല്ലെങ്കിൽ വയലറ്റ് അല്ലെങ്കിൽ റെഡ്, ഈ 4 ഒബ്സർവേഷനുകളിൽ ഏതെങ്കിലും ഒന്ന് കണ്ടാൽ ഫീനോൾ ആണ്, ഫീനോളിക് ഗ്രൂപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. 2 ഫറ്റാലിക് അൻഹൈഡ്രൈഡ് ആഡ് ചെയ്യാം. ഫറ്റാലിക് അൻഹൈഡ്രൈഡ് ആഡ് ചെയ്ത് NaOH ഡ്രോപ്പ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഡ്രോപ്പ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പിങ്ക് കളർ അപ്പിയർ ചെയ്യും. എക്സസ് ആയിട്ട് NaOH ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ പിങ്ക് കളർ മാറിയിട്ട് അത് എന്തായിട്ട് മാറും? കളർലെസ് ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ഫീനോളിന്റെ പ്രസൻസ് നമുക്ക് മനസ്സിലാക്കാം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഫതാലിൻ ഡൈ ടെസ്റ്റ് എന്നാണ്. ഫതാലിൻ ഡൈ ടെസ്റ്റ്. ഇവിടെ ഫോം ചെയ്യുന്ന ഈ പിങ്ക് കളർഡ് കോമ്പൗണ്ട് ആരാന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? പറയാം, അത് ഫിനോഫ്തലിൻ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ബേസ് ആഡ് ചെയ്യുന്ന സമയത്ത് NaOH ആഡ് ചെയ്യുന്ന സമയത്ത് പിങ്ക് കളറായിട്ട് മാറുന്നത്. ഓക്കെ. 3 ലിബർമാൻ നൈട്രസോ ടെസ്റ്റ് ആണ് അല്ലെ. ലിബർമാൻ നൈട്രസോ ടെസ്റ്റ്. ലിബർമാൻ നൈട്രസോ ടെസ്റ്റിന്റെ ഒബ്സർവേഷൻ റെഡിൽ നിന്ന് ബ്ലൂയിലേക്ക്. ഓക്കെ, ഈ ഒരു ഒബ്സർവേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ഫീനോളിക് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇസ് പ്രസന്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ ആൽക്കഹോളും ഫീനോളും കഴിഞ്ഞു. അടുത്തത് ആൽഡിഹൈഡുകൾ അല്ലെങ്കിൽ കീറ്റോൺസ്, കാർബണൈൽ ഗ്രൂപ്പ്സിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ്. അപ്പൊ കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ നമുക്കിതേ 5 ടെസ്റ്റുകളുണ്ട്. അതിൽ പലതും നിങ്ങൾ ആൾറെഡി ഓർഗാനിക്കിന്റെ തിയറിയിൽ കണ്ടതും കേട്ടതും തന്നെയാണ്. അപ്പൊ അത് അനാലിറ്റിക്കലിൽ കൂടി വരുന്നുണ്ട്. അപ്പൊ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിൽ ഏറ്റവും ആദ്യം 2,4-DNP ടെസ്റ്റ് ആണ്. 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രജൻ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു യെല്ലോ ഓറഞ്ച് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ അത് ആൽഡിഹൈഡും ആകാം കീറ്റോണും ആകാം. കാരണം രണ്ടുപേർക്കും ബോത്ത് എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത് ബോത്ത് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്നാണ്. രണ്ടുപേരും ഈ റിസൾട്ട് തരും. ഓക്കെ അല്ലേ. പക്ഷെ ഇനി ഞാൻ പറയാൻ പോകുന്ന ടെസ്റ്റുകളെല്ലാം ആൽഡിഹൈഡ്സ് മാത്രം തരുന്ന ടെസ്റ്റുകളാണ്, കീറ്റോണുകൾക്ക് തരാൻ കഴിയില്ല. അപ്പോൾ അതിൽ ആദ്യത്തെ ടോളറൻസ് ടെസ്റ്റ് ആണ്. ഒബ്സർവേഷൻ നമുക്കറിയാലോ, സിൽവർ മിറർ ഫോം ചെയ്താൽ ആൽഡിഹൈഡ് ആണ് അല്ലെ. ഫെലിങ്സ് ടെസ്റ്റ്, റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ അലിഫാക്റ്റിക് ആൽഡിഹൈഡ് ആണ്. കാരണം അരോമാറ്റിക് ആൽഡിഹൈഡിന് ഇത് തരാൻ കഴിയില്ല. ബെനഡിക്ട് ടെസ്റ്റ് ആണ് 3. അവിടെയും റെഡ് പ്രസിപ്പിറ്റേറ്റ് തരുന്നത് ആൽഡിഹൈഡ് ആണ്, കീറ്റോണിന് കഴിയില്ല. ആൻഡ് ഫൈനലി ഷിഫ്റ്റ് ടെസ്റ്റ് ആണ്. പിങ്ക് കളർ വന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണ്. അപ്പൊ ഇതൊന്നും ആർക്ക് കഴിയില്ല?
കീറ്റോണുകൾക്ക് കഴിയില്ല, ആൽഡിഹൈഡിന് മാത്രം കഴിയുന്നതാണ്. ഇത് മാത്രമാണ് ആൽഡിഹൈഡിനും കീറ്റോണിനും കഴിയുന്ന ഒരു ടെസ്റ്റ്. ഓക്കെ, ഇനി അടുത്തത് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. അടുത്ത ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ആണ്, COOH. 3 ടെസ്റ്റുകളാണ് നമുക്കുള്ളത്. 1 ലിറ്റ്മസ് ടെസ്റ്റ്, 2 എസ്റ്റർ ടെസ്റ്റ്, 3 സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്യുന്ന ടെസ്റ്റ്. ലിറ്റ്മസ് നമുക്കറിയാലോ, ബ്ലൂ റെഡ് ആയി മാറിയാൽ കാർബോക്സിലിക് ആസിഡ് ഇസ് പ്രസന്റ്. എസ്റ്റർ ടെസ്റ്റിൽ കാർബോക്സിലിക് ആസിഡ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ആൽക്കഹോൾ ആഡ് ചെയ്യണം. ആൽക്കഹോൾ ആഡ് ചെയ്യുമ്പോൾ ഒരു ഫ്രൂട്ടി സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ എസ്റ്റർ ഫോം ചെയ്തു. സോ ഇതാണ് എസ്റ്റർ ടെസ്റ്റ്. 3 സോഡിയം ബൈകാർബണേറ്റ് ആഡ് ചെയ്യുന്നു. സോഡിയം ബൈകാർബണേറ്റ് നമ്മൾ കാർബോക്സിലിക് ആസിഡ് എടുത്തിരിക്കുന്ന ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ബ്രിസ്ക് എഫർവസൻസ് വന്നാൽ അതിനർത്ഥം കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് റിലീസ് ചെയ്തു എന്നാണ്. ആൻഡ് ദാറ്റ് ആൾസോ ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് കാർബോക്സിലിക് ആസിഡ് ഫങ്ഷൻ ഗ്രൂപ്പ്. ആൻഡ് നമ്മൾ പോകുന്നത് അവസാനത്തെ ഫങ്ഷൻ ഗ്രൂപ്പിലേക്കാണ്, അമീൻസ്. അമിനോ ഗ്രൂപ്പുകളെ ടെസ്റ്റ് ചെയ്യാൻ 3 ടെസ്റ്റുകളാണ് നമുക്ക് NCERT പറയുന്നത്. അതിൽ ചിലതൊക്കെ നമ്മൾ ആൾറെഡി അമീൻസ് എന്നുള്ള തിയറി ചാപ്റ്ററിൽ പഠിച്ചത് തന്നെയാണ്. 1 ഹിൻസ്ബർഗ് ടെസ്റ്റ് ആണ്. ഹിൻസ്ബർഗ് ടെസ്റ്റിന്റെ പ്രത്യേകത, അത് ഉപയോഗിച്ച് നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി അമീനുകളെ തിരിച്ചറിയാനും കൂടി സാധിക്കും, അല്ലെ? അവിടെ ഒരു പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു. ആ പ്രസിപ്പിറ്റേറ്റ് ആൽക്കലിയിൽ സൊല്യൂബിൾ ആണെങ്കിൽ പ്രൈമറി അമീനാണ്. പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നു, അത് ആൽക്കലിയിൽ ഇൻസൊല്യൂബിൾ ആണെങ്കിൽ സെക്കൻഡറി അമീനാണ്. പ്രസിപ്പിറ്റേറ്റേ ഫോം ചെയ്യുന്നില്ല, റിയാക്ഷനേ നടക്കുന്നില്ല എങ്കിൽ അത് ടേഴ്സറി അമീനാണ്. അതാണ് ഹിൻസ്ബർഗ് ടെസ്റ്റ്. 2 കാർബൈലമീൻ ടെസ്റ്റ് ആണ്. നമുക്കറിയാം, പ്രൈമറി അമീനുകൾ മാത്രം തരുന്ന ടെസ്റ്റാണ് കാർബൈലമീൻ ടെസ്റ്റ്. സെക്കൻഡറിക്കോ ടേഴ്സറിക്കോ കഴിയില്ല, അല്ലെ? എന്താ ഒബ്സർവേഷൻ? ഫൗൾ സ്മെല്ല. ആ ഫൗൾ സ്മെൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? ഫൗൾ സ്മെൽ ഉണ്ടാകുന്നത് ഐസോസയനൈഡുകൾ അല്ലെങ്കിൽ കാർബൈലമീനുകൾ ഫോം ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെ? RNC. ഓക്കെ. 3 ആസോഡൈ ടെസ്റ്റ്. അതായത് ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇത് ആക്ച്വലി തരുന്നത് എല്ലാ അമീനുകൾക്കും തരാൻ കഴിയില്ല, അരോമാറ്റിക് പ്രൈമറി അമീൻസിനും മാത്രമേ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ അരോമാറ്റിക് പ്രൈമറി അമീൻ എന്ന് പറയുന്നത് അനിലിൻ അല്ലെങ്കിൽ അനിലിൻ ഡെറിവേറ്റീവ്സ്. അവന്മാരെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡയാസോട്ടൈസേഷൻ നടത്തണം. നൈട്രസ് ആസിഡുമായി റിയാക്ട് ചെയ്ത് ബെൻസീൻ ഡയാസോണിയം സാൾട്ടാക്കി മാറ്റണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ബീറ്റ നാഫ്തോൾ ആഡ് ചെയ്യുമ്പോൾ ഒരു സ്കാർലറ്റ് റെഡ് കളർ കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ അമീൻ പ്രസന്റ് ആണ്, അരോമാറ്റിക് പ്രൈമറി അമീൻ പ്രസന്റ് ആണ് എന്ന് പറയാൻ പറ്റും. ഇതിനെ നമ്മൾ വിളിക്കുക ആസോഡൈ ടെസ്റ്റ് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ 3 ടെസ്റ്റുകളിലൂടെയാണ് നമ്മൾ അമിനോ ഗ്രൂപ്പിന്റെ പ്രസൻസ് മനസ്സിലാക്കുക. ഇത്രയാണ് ഓർഗാനിക് ഫങ്ഷണൽ ഗ്രൂപ്പ് അനാലിസിസിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ മക്കളെ, അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.